പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന നല്ല പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരുപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ചിലരൊക്കെ നമ്മളെ പുകഴ്ത്തി പറഞ്ഞ് നമ്മളെ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടതല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ചില റെസ്പോൺസിബിലിറ്റിക്കകത്ത് കൊണ്ടിടാറില്ലേ. ചില റിലേഷൻഷിപ്പൊക്കെ ടോക്സിക്കാണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു വിവേചനം വരെ നമുക്ക് ആവശ്യമാണ്. ചിലപ്പോൾ അൺഹെൽത്തി ആയിട്ട് നമുക്ക് നാശം വിതയ്ക്കുന്നതായിട്ടുള്ള ചില സ്വഭാവത്തിലേക്ക് ചിലർ നമ്മെ വലിച്ചു കൊണ്ടുപോകും. സാധാരണ സ്റ്റേറ്റ്മെൻറ്റുകളിലെ ഫ്രണ്ട്സുകളുടെ ഇടയിലാണെങ്കിൽ ഇഫ് യു ലവ് മീ യു വിൽ, അല്ലെങ്കിൽ ആസ് എ ക്രിസ്ത്യൻ യു ഷുഡ് ബി. അതായത് നീ ഒരു വിശ്വാസി ആയതുകൊണ്ട് നീ ഇങ്ങനെ ആയിരിക്കണം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം വരുമ്പോൾ കുഞ്ഞ് നീ തന്നെ നിനക്കൊരു വിലയുണ്ടോ എന്ന് സംശയിക്കും അല്ലേ. എന്നിട്ട് നീ അങ്ങ് വിശ്വസിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ കണ്ണിൻ്റെ മുമ്പിൽ എനിക്കെൻ്റെ ഒരു വിലയും നിലയും നിലനിർത്തേണ്ടതിന് ഞാൻ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. എന്തോന്നറിയാമോ? പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി. നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി തീരും. ദൈവമക്കളെ, ബൈബിളിൽ അനേക വാക്യങ്ങളുണ്ട്. നമുക്ക് ദൈവത്തെയും മനുഷ്യരെയും രണ്ടുപേരെയും കൂടി ഒരുമിച്ച് പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി തീരരുത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പുകളൊന്നും ഡാമേജ്ഡായി പോകാനിടയാകരുത്. പക്ഷെങ്കിൽ ബിറ്റർനെസ്സും ഹൃദയത്തിൽ വരുവാൻ ഇടയാകരുത്. കുറ്റബോധം നമ്മുടെ മനസ്സിൽ വരുവാനിടയാകരുത്. കുറ്റബോധം നമ്മുടെ മനസ്സിൽ വന്നാൽ അത് ഡിപ്രഷനിലേക്ക് പോകും, അത് പിന്നെ ഡെസ്പെയറിലേക്ക് പോകും. പക്ഷേ പിന്നീടായിരിക്കും മനസ്സിലാകുന്നത് ഇത് മുഴുവനും ശത്രുവിൻ്റെ തന്ത്രമായിരുന്നെന്നും ശത്രു മാനമായി നമ്മെ തോൽപ്പിച്ചല്ലോ എന്നും നമുക്ക് മനസ്സിലാകും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 12 and 13 ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവെള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ഗോഡ്. വി ആർ കോൾഡ് ടു വർക്ക് ഔട്ട് അവർ സാൽവേഷൻ. രണ്ടാമത് ഒരു വേദഭാഗം കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2 തെസ്സലോനിക്കർ 3:10. 2 Thessalonians chapter 3 verse 10 ഇങ്ങനെ പറയുന്നു: വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. എന്തുവാ ഇത് പറയുന്നത്? എന്തുവാ? We are to take ownership of our responsibility. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നാം ചെയ്തേ പറ്റൂ. എന്നാൽ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ചെയ്യുമ്പോഴും നമ്മളൊരു ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യണം. മനസ്സിലായോ? ചിലരുടെ ഭാരം കൂടെ നമ്മളെടുത്ത് ചുമക്കത്തക്കവണ്ണം ചിലർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നിമക്കളെ, ഈ നാളിൽ ജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ തക്കവണ്ണം അനേക കാര്യങ്ങൾ നാം മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ.
നമ്മളെന്തൊക്കെ ഭാരം ചുമക്കുന്നുണ്ട്? നമ്മുടെ കഴിവിന് ചുമക്കാൻ പറ്റുന്ന ഭാരമാണോ നമ്മൾ ചുമക്കുന്നതെന്ന് ഇടയ്ക്കിരുന്നൊന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ വെയറിനെസ്, ടയേർഡ്നെസ്, എക്സോഷൻ, ക്ഷീണം ഭവിക്കും. ഹല്ലേലൂയ. നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നതേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് താഴെ വച്ചേക്കണം. ഹല്ലേലൂയ. ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. അതിനുത്തരം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ കണ്ടുപിടിക്കുക. നമ്മുടെ ലോകത്തിൽ നമ്മൾ ക്ഷീണിച്ച് നടക്കുന്നത് കാണുന്നതാണോ? അതായത് ഡ്രെയിൻഡായിട്ട് നമ്മൾ ജീവിക്കുന്നത് കാണുന്നതാണോ ആൾക്കാർക്ക് ഇഷ്ടം? നാം എനർജൈസ്ഡായിട്ട് നടക്കുന്നത് കാണാനാണോ ഇഷ്ടം നമ്മുടെ ചുറ്റുമുള്ളവർ? ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, കാരണം എല്ലാവരുടെയും ഉത്തരം സെയിം അല്ല. അതുകൊണ്ട് നിനക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതല്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്യത്തക്കവണ്ണം കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ചിലപ്പോൾ നിൻ്റെ ഭവനത്തിനകത്തായിരിക്കാം, നിൻ്റെ ബന്ധുമിത്രാദികളുടെ ഇടയിലായിരിക്കാം, നീ ആയിരിക്കുന്ന സൊസൈറ്റിയിലായിരിക്കാം. ചെയ്യത്തക്കവണ്ണം നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ടോ? അടുത്തൊരു ചോദ്യം, നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ച് ഉത്തരം കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യം. ചിലതിനോടൊക്കെ നോ പറയാനായിട്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ നീ പേടിക്കുന്നുണ്ടോ ചില കാര്യത്തിനോട് നോ പറയാൻ? അടുത്തത്, നീ ചിലരെയൊക്കെ മനപ്രയാസപ്പെടുത്തിയിട്ട് നീ ഭയപ്പെടുന്നുണ്ടോ? അയ്യോ, ഈ റിലേഷൻഷിപ്പ് പൊളിഞ്ഞു പോകുമോ, ഈ ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന്? ദൈവപൈതലേ, ഉത്തരം നീ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. എന്നാൽ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു പെർഫോമൻസ്, സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ദൈവപൈതലേ, അത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ യേശു കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നു, അല്ലേ? ആ സത്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് കുറ്റബോധത്തോടെ ഒരു ഭാരവും ഏറ്റെടുത്ത് നടക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ അതിനെല്ലാം നീ സ്പേസ് ഇട്ടാണ്. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, അല്ലാത്തതിനകത്തൊന്നും കയറി തലയിടേണ്ട ആവശ്യമില്ല. ദൈവത്തോട് പറയണം, കർത്താവേ, നോ പറയേണ്ടടുത്ത് നോ പറയുവാൻ തക്കവണ്ണം നീ എന്നെ സഹായിക്കണമെന്ന്. കർത്താവ് തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും. പ്രൈസ് ഗോഡ്. വേറൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഗിൽറ്റ് എന്ന് പറഞ്ഞ കുറ്റബോധമാണ്, ഷെയിം എന്ന് പറഞ്ഞാൽ നാണക്കേട. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഗിൽറ്റ് ഈസ് ദ ഇമോഷൻ ദാറ്റ് യു ഫീൽ വെൻ യു മേക്ക് എ മിസ്റ്റേക്ക്. മലയാളത്തിൽ അതിൻ്റെ അർത്ഥം നല്ല ക്ലിയറാണ്, കുറ്റബോധം. നാം ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷനാണ്. എന്നാൽ ഷെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇമോഷൻ ദാറ്റ് യു ഫീൽ വെൻ യു ബിലീവ് ദാറ്റ് യു ആർ ദ മിസ്റ്റേക്ക്. നീയാണ് ഈ തെറ്റ് കാണിച്ചത്, നീ തന്നെയാണ് മിസ്റ്റേക്ക് എന്ന് നിനക്ക് മനസ്സിലാകുമ്പോൾ, നീ വിശ്വസിക്കുമ്പോൾ നീ ഫീൽ ചെയ്യുന്ന ഇമോഷനാണ് ഷെയിം, അല്ലേ? ഷെയിം എന്ന് പറഞ്ഞ നാണക്കേട്. ഷെയിം ഒരു ക്രിപ്ലിംഗ് ഇമോഷനാണ്. അത് നമ്മുടെ മേൽ കൂട്ടി വെക്കുന്നത് ആരെന്നറിയാവോ? നമ്മെ കുറ്റം വിധിക്കുന്നവർ, അക്യൂസേഴ്സാണ്. ഈ പിശാചിൻ്റെ കീ സ്ട്രാറ്റജി എന്താണെന്നറിയാവോ? നിൻ്റെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് നീ ചെയ്യുന്നതില്ല, കൂടാതെ മറ്റുള്ളവർ നിന്നോട് എന്ത് ചെയ്യുന്നു എന്നുള്ളതും അനുസരിച്ചാണ്. നീ തോക്കുവാണെങ്കിൽ നീ ഒരു തോൽവിയാണ്. നീ റിജക്റ്റഡ് ആണെങ്കിൽ നിന്നെ ആരും സ്നേഹിക്കാത്തതുകൊണ്ടാണ് നീ. ഈ ഷെയിം കടന്നു വരുമ്പോൾ നമുക്ക് സാത്താൻ്റെ നുണയ്ക്കകത്ത് വെച്ച് നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ നഷ്ടപ്പെടുവാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം പറയുന്ന സത്യങ്ങളുണ്ടല്ലോ, അതിനെ നാം നമ്മുടെ ചിന്താമണ്ഡലവുമായിട്ടൊന്ന്
ഒന്ന് ബന്ധിപ്പിച്ച് യേശു കർത്താവിൻ്റെ ശബ്ദം അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും. ആ ശബ്ദം കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആ ഷെയിമും ആ ഗിൽറ്റും എല്ലാം എടുത്തു മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവപൈതലേ, ക്ഷീണിച്ചു പോകരുതേ. എന്ത് ഗിൽറ്റാണെങ്കിലും എന്ത് ഷെയിമാണെങ്കിലും നിന്നെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിൽ നീ മറിഞ്ഞിരിക്കേണ്ട. യേശു കർത്താവിൻ്റെ മുമ്പിലേക്ക് അത് വലിച്ചെറിഞ്ഞിട്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കൺമുമ്പിൽ എൻ്റെ വില എന്തെന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. ഞങ്ങൾ വിശുദ്ധ ജനമാണല്ലോ, നീ തിരഞ്ഞെടുത്തവരാണല്ലോ, നിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണല്ലോ കർത്താവേ. അതുകൊണ്ട് ഒന്നും കണ്ട് ഭയപ്പെടുവാനും ശത്രുവിൻ്റെ നുണ കേട്ട് തളരുവാനും ഇടയാകാതെ വണ്ണം പരിശുദ്ധാത്മാവേ, യേശു കർത്താവിൻ്റെ ആ സത്യത്തിൻ്റെ നിർമ്മലത മനസ്സിലാക്കി അതിൽ ഞങ്ങൾ നിൻ്റെ സൃഷ്ടിയുടെ മഹത്വം മനസ്സിലാക്കി നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാനിടയാക്കണം. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.